നമസ്കാരം. രാവിലെ തന്നെ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കർണാടകയിൽ മൺകൂനയ്ക്കുള്ളിൽ നിന്ന് അർജുനെ ഇതുവരെ കണ്ടെത്താനാകാതെ നിൽക്കുന്ന സങ്കടത്തിനിടെയാണ് കേരളത്തിലും അതേ രീതിയിൽ തന്നെ മറ്റൊരു ദുരന്ത വാർത്ത പുറത്തു വരുന്നത്. വയനാട് മുണ്ടക്കയിൽ വൻ ദുരന്തമുണ്ടായിരിക്കുന്നു. ഉരുൾപൊട്ടലിൽ കുട്ടികളടക്കം 40-ലധികം ആളുകളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് വിവരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ആണ് ഇതെന്ന സംശയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരികയാണ്. വീടുകൾ പലതും ഒലിച്ചുപോയിട്ടുണ്ട്. പുലർച്ചെ 1:30ക്കും 4 മണിക്കുമായി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാണ് 2 തവണയോളം ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് നിന്ന് 10-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് വിവരം. ഇതിൽ ഒരാൾ വിദേശിയാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മലപ്പുറം പോത്തുകല്ലിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നതൊക്കെ കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് ജനങ്ങൾ. 4ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ എങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. പല വീടുകളും മണ്ണിനടിയിലായിരിക്കുന്നു. 2019-ലെ പ്രളയകാലത്ത് നിരവധി പേർ മരിച്ച പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലാണ്. സഹായം തേടിയ ആളുകളുടെ നിലവിളി കേട്ടാണ് പ്രദേശം ഇന്ന് ഉണർന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കും മുമ്പ് തന്നെ പലരും മണ്ണിനടിയിലായി എന്നതാണ് വാസ്തവം. നിരവധി പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്കും രക്ഷാപ്രവർത്തനം സജ്ജീകരിക്കാനുള്ള പ്രതിസന്ധി വളരെയധികം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 20-അംഗ സംഘം മുണ്ടക്കൈയിലെത്തി എന്നതാണ് റിപ്പോർട്ട്. പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ തന്നെ പുറത്തു വന്നിട്ടില്ല. പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്ത സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ് വിവരം. വൈത്തിരി താലൂക്ക് വെള്ളരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഉരുൾപൊട്ടൽ എന്നതാണ് വിവരം. അതേസമയത്ത് തന്നെ മണ്ണിൽ പകുതിയോളം ശരീരം മുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ ജീവനോടെ തന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈ പൊക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തെ സാഹചര്യങ്ങളുടെ പ്രതിസന്ധി കാരണം രക്ഷപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ടു പോയതിനാൽ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല എന്നതാണ് വിവരം. ഒരു ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ ശക്തമായി തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. ശരീരത്തിന്റെ പകുതിയോളം ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിലുള്ള ആളെ രക്ഷപ്പെടുത്താനുള്ള വെല്ലുവിളി വളരെയധികം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും അദ്ദേഹത്തെ ഉടനടി തന്നെ രക്ഷപ്പെടുത്തും എന്നതാണ് റിപ്പോർട്ടുകൾ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. മുൻപിലുള്ള ഒരു മനുഷ്യന്റെ ജീവനോടെയുള്ള മനുഷ്യനെ പോലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ പലരും അത് നോക്കി നിൽക്കുകയാണ്. എന്തായാലും അധികം ഇപ്പോൾ നിലവിൽ 46ഓളം ആളുകൾ മരണപ്പെട്ടു എന്നതാണ് വിവരം. ഇനി മുന്നോട്ട് മരണസംഖ്യ കൂടാതെയും നിരവധി ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിൽ ഈ ഒരു ദുരന്തം, ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുകയാണ്.